ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ഫണ്ട് വകമാറ്റിയായിരുന്നു ആർപ്പാടം. അതിദരിദ്രർക്കായി നീക്കിവെച്ച ഫണ്ടിൽ നിന്ന് തന്നെ 1.5 കോടി എടുത്താണ് തലസ്ഥാനത്ത് ആഘോഷമൊരുക്കിയത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ചടങ്ങിൽ ആളെ കൂട്ടാനും പ്രത്യേക ഉത്തരവുണ്ടായിരുന്നു. അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒരു കുടുംബമെങ്കിലും കരകയറുന്നത് കേരളത്തിന് അഭിമാനകരം തന്നെയാണ്. പക്ഷേ സംസ്ഥാനത്തെ അതിദരിദ്രരെല്ലാം കരകയറിയെന്ന അവകാശവാദമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിദരിദ്രർ ഇന്നു മുതൽ ആരായി മാറി? ശ്രീ അനിൽകുമാർ. നല്ല വനമാല. അതിദരിദ്രർ ആരായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവർ മനുഷ്യരായി എന്നുള്ളതാണ്. അതിനു മുമ്പ് അവർ മനുഷ്യരായിരുന്നില്ല എന്നാണോ? തുടർച്ചയുള്ള ഈ പദ്ധതിക്ക് തുടർച്ച ഉണ്ടാകണമെന്ന് പറയുന്നവർക്ക് അധികാരത്തിൽ തുടരാൻ അവസരം കൊടുക്കണോ എന്ന ചോദ്യമാണ് ഇന്നത്തെ രാത്രിയിൽ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ അങ്ങ് പറയുന്നത് എന്താണ്? ഇതിപ്പോ അതിദാരിദ്ര്യമുക്ത കേരളമായി, സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിദരിദ്രരായ ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? അതാണ് എന്റെ ഡയറക്റ്റ് ചോദ്യം. ഉത്തരം പറ. അത് തന്നെ. അതുകൊണ്ട് ഞാൻ മനോരമയുടെ റിപ്പോർട്ടർമാരോട് അപേക്ഷിക്കുന്നത് എന്താണ്? ദയവായി നിങ്ങൾ തേടി പോകണം. ഇനിയും സർക്കാരിന്റെ ശ്രദ്ധയിൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ കഴിയും. അതെ, എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? അതിന് താല്പര്യമുള്ളവർ കേരളം ഭരിക്കണോ, അതോ ഇറങ്ങിപ്പോകുന്നവർ കേരളം ഭരിക്കണോ? ഇതാണ് എല്ലാത്തിനും ശേഷം അങ്ങനെ ഒരു വരി കൂടി ചേർക്കുന്നുണ്ട്. ഇറങ്ങിപ്പോകുന്നവർ കേരളം ഭരിക്കണോ? ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ കണക്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വരെ സർക്കാരിന് മുന്നിൽ അങ്ങനെയുള്ള ആളുകളില്ല അല്ലെ ശ്രീ അനിൽകുമാർ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഇപ്പൊ ഈ രാത്രി ഇപ്പൊ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിൽ പോയാൽ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന, കടത്തിണ്ണയിൽ കിടക്കുന്ന, റോഡരികിൽ കിടക്കുന്ന ആളുകളെ കാണാൻ പറ്റില്ല എന്നല്ലേ ഇപ്പൊ അതിദാരിദ്ര്യമുക്തി എന്ന് പറയുന്ന സംസ്ഥാനം? അതിന്റെ അർത്ഥം അതല്ലേ ശ്രീ അനിൽകുമാർ? ഇപ്പോ അതിദാരിദ്ര്യമുക്തിയുടെ മാനദണ്ഡം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ സന്നദ്ധരാണെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയും വലിയ ഒരു സംവിധാനത്തിലൂടെ, വലിയ സന്നാഹത്തിലൂടെ 1-2 ലക്ഷം ആളുകളെ ഇറക്കി ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിട്ട് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ? ഇപ്പോ ഇന്നും ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന, ഇന്ന് പുലർച്ചെ വൈറ്റില ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ അവിടെയും ആളുകൾ കിടക്കുന്നുണ്ട്. അപ്പോ അവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. നമ്മൾ വളരെ വെറുതെ ഒന്ന് പോയാൽ കാണുന്നതാണ്. അവരേക്കൊന്നും എത്താത്തത് എന്തുകൊണ്ടാണ്? സത്യം പറ, ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. എല്ലാ ദിവസവും അതുവഴി പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ കണ്ണ് ഇന്ന് അവിടെ എത്തി. നല്ലല്ലേ കേരളം മാറുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ കണ്ട കാര്യം പറയുന്നു. അപ്പൊ അങ്ങേക്ക് അത് പിടിക്കില്ല അല്ലെ? അതെ, ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. ഞാൻ പറയട്ടെ, ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? അപ്പൊ അങ്ങ് അത് നേരത്തെ പറഞ്ഞത് ആരോഗ്യകരമായ വിമർശനമോ അതോ അഭിപ്രായമോ പറയാമെന്ന് പറഞ്ഞത് അങ്ങ് ഉൾക്കൊള്ളുന്നില്ല. ഞാനൊന്ന് പറയട്ടെ. ഞാൻ വിമർശനം സ്വീകരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ കണ്ണെല്ലാം കാരണം? എന്താണ് ഇങ്ങനെ സർക്കാർ പറയുന്നു ഇവിടെ അതിദാരിദ്ര്യം ഇല്ല? അപ്പൊ അതിദാരിദ്ര്യം ഇയാൾ കൂടി ഉണ്ടല്ലോ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് നിർത്താൻ വേണ്ടി സർക്കാരിനോട് പറഞ്ഞാൽ ചേർത്ത് നിർത്താൻ മനസ്സുള്ളവർ കേരളത്തിൽ വേണം. അതിന് ഈ സർക്കാരിന് തുടരവസരം തരണം. ഇതാണ് ഞങ്ങൾ കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണോ, അതിദാരിദ്ര്യമുക്തിയിലേക്കുള്ള വഴിയിൽ നമ്മൾ സുപ്രധാന ചുവടുവയ്പ് എന്നാണോ പറയേണ്ടത് ശ്രീ അനിൽകുമാർ? ഇത് രണ്ടും രണ്ടല്ലേ? പറഞ്ഞിട്ടില്ല. ഇന്നത്തെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ ദൂർത്താണ് എന്ന് പറയുന്ന നിങ്ങളുടെ പരിപാടി, ആ പരിപാടിയിൽ 2 കാര്യം നടന്നു. ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പം നടന്ന പദ്ധതി എന്താണെന്ന് ഉള്ള റിപ്പോർട്ടാണ്. അതിന്റെ പ്രകാശനം അവിടെ നടന്നു, ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്ക് കൊടുത്ത്. രണ്ടാമതൊരു ഭാഗം കൂടിയുണ്ട്. എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? അതിനകത്ത് നടക്കുന്നത് ഇതിന്റെ തുടർ പ്രവർത്തനം എന്തായിരിക്കും? ഇത് ഇന്നലത്തെ കൊണ്ട് അവസാനിച്ചൊരു കാര്യമല്ല, ഇന്നത്തെ കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല, തുടർ പ്രവർത്തനമാണ്. ജാഗ്രവത്തായി ഓരോ വ്യക്തിയിലേക്കും, ഓരോ കുടുംബത്തിലേക്കും, ഇനിയും എത്തേണ്ടവരിലേക്കും തുടർന്നും കരുതലുണ്ടാകുന്ന കേരളത്തിന്റെ ഒരു ഭരണ സംവിധാനം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. അതിന്റെ വളരെ സുപ്രധാനമായ, വളരെ അഭിമാനാർഹമായ ഒരു നേട്ടം കേരളം കൈവരിച്ചു എന്നല്ലേ പറയണ്ടു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ ഒരു പ്രക്രിയയിലൂടെ വന്നവർ ഇത്ര. ഇനി വരാൻ ആരെങ്കിലും ഉണ്ടോ?
തുറന്ന മനസ്സോടെ കൈകൂപ്പിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം അവരോട് പറയുന്നു, നമുക്ക് ചേർത്ത് നിർത്താൻ എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾ വ്യക്തമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അതിദാരിദ്ര്യർക്ക് ഷെൽട്ടറുകൾ നിർമ്മിക്കേണ്ട പണത്തിൽ നിന്ന് 1.5 കോടി എടുത്ത് ഒരു അവാർഡ് നൈറ്റ് പോലെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വൈകുന്നേരം സംഘടിപ്പിക്കേണ്ടത് ആയിരുന്നു. നിങ്ങൾക്ക് ചടങ്ങുകൾ സംഘടിപ്പിക്കാം ലളിതമായി, അതുകൂടി ഒരു മാതൃകയാക്കാമായിരുന്നില്ലേ ശ്രീ അനിൽകുമാർ? നമ്മുടെ കേരളം ലോകത്ത് ഏറ്റവും വികസിതമായൊരു നാടാണെന്ന് ലോകത്തെ അറിയിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലേക്ക് ധൈര്യമായി നിക്ഷേപകർ വരൂ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇവിടുത്തെ പുതിയ തലമുറ ഇതാ ദാരിദ്ര്യമില്ലാത്തൊരു സമൂഹത്തിൽ ജനിച്ചു വളരുന്ന തലമുറയാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള തലമുറയാണ്. അത് ലോകത്തോട് പറയുകയാണ്. എന്നിട്ട് അതിന് മുടക്കുന്ന കാശെന്ന് പറയുന്നത് ശതഗുണീഭവിക്കും. അത് ലോകമെമ്പാടും ഏറ്റെടുക്കും. ലോകത്തെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ചടങ്ങ് നടത്താനാവില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ചടങ്ങിന്റെ വില എന്ന് പറയുന്നത് മുടക്കിയ പന്തലിന്റെ മൈക്കിന്റെ പൈസയല്ല, അവിടെ വന്ന ആളുടെ വണ്ടിക്കൂലിയുടെ 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതൊക്കെ നടപ്പിലാക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതൊരു നടക്ക് പോണ മാതിരില്ല വെല്ലുവിളിക്കുകയും ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്ത ആളുകളല്ലേ. അപ്പോ നിങ്ങൾക്ക് ഈ ഷെൽട്ടർ പണിയുന്ന പണത്തിൽ നിന്നാണോ ഇതെടുക്കാൻ പറ്റുന്നത്? അപ്പൊ അതിന് മറ്റെവിടെ നിന്നും പണം എടുക്കാനില്ലേ? നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഞാനിവിടെ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ രാത്രി പറയണം. അതിദാരിദ്ര്യ മുക്ത കേരളം ഉണ്ടാക്കിയത് കൊണ്ട് കേന്ദ്രം ഇനി പൈസ തരണ്ട, അല്ലെ കേന്ദ്രം പൈസ കട്ട് ചെയ്തോട്ടെ എന്നൊരു ആശയം ഇവിടെ വരുന്നുണ്ട്. അതിനൊന്നും ഇല്ലേ കോൺഗ്രസ്സുകാരത് പറഞ്ഞു, അയ്യോ വല്ലതും തരണേന്ന് കേന്ദ്രത്തോട് യാചിക്കുകയല്ല കേരളം ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ അതെ, അതിനാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്സ് നേരെ തിരിച്ചാണ്. ഇന്നത്തെ കേരളത്തിന്റെ ഇഷ്യൂ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും ആയുർദൈർഘ്യം കേരളത്തിലാണ്. അതുകൊണ്ട് എന്ത് വേണം? വയോജനങ്ങൾക്ക് കൂടുതൽ കെയർ വേണം. അതുകൊണ്ട് ഞങ്ങൾക്കൂടെ വിദ്യാഭ്യാസത്തിനല്ല പണം തരേണ്ടത്, പ്രൈമറി സ്കൂളിനല്ല പണം തരേണ്ടത്, മനസ്സിലാക്കി കളഞ്ഞല്ല. വയോജനങ്ങൾക്ക് 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുന്ന കേരളം നിലനിർത്തണം. വയോജന കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, പുതിയ പദ്ധതി ഉണ്ടാക്കാൻ പോവാണ് പുതിയ കേരളം. നമ്മൾ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുമ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ്. ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാൻ ആവശ്യമായ പദ്ധതികൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകേണ്ട പണം ധനകാര്യ കമ്മീഷൻ തരണം. ഇതാണ് കേരളത്തിന്റെ ആർഗ്യുമെന്റ്. ഈ ധനകാര്യ കമ്മീഷനിൽ നമ്മൾ കൊടുത്ത രേഖ കോൺഗ്രസ്സുകാരെന്ന് വായിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞത് ഞങ്ങൾ എഴുതി കൊടുത്ത രേഖയാണ്. കേരളത്തിന് 3rd ജനറേഷൻ ഇഷ്യൂസ് ആണ്. ഇവിടെ അതിദാരിദ്ര്യം ഇല്ലാതായി. അപ്പൊ എന്താണ്? പുതിയ തലമുറ പ്രശ്നങ്ങളാണ്. ആ പുതിയ തലമുറ പ്രശ്നങ്ങളിൽ കേരളം വിട്ടുപോകുന്ന മക്കൾക്ക് കേരളത്തിൽ വന്ന് ജീവിക്കാൻ കഴിയുന്ന നവകേരളം, അതിന്റെ പദ്ധതിക്ക് കേന്ദ്രം അർഹതപ്പെട്ട് തന്നാ മതി, കൂടുതലൊന്നും തരണ്ട. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അത് ചോദിക്കാനുള്ള അവകാശമുള്ള ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ജനിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിന്റെ തോണിയിൽ ഞങ്ങളില്ല എന്ന് നിയമസഭയിൽ ഇന്ന് കോൺഗ്രസ് വ്യക്തമാക്കി, മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ഒറ്റ ചോദ്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിയമസഭയിൽ നിന്ന് ഓടിപ്പോയ പ്രതിപക്ഷം എവിടെ വരെ ഓടും? നിങ്ങൾക്ക് എവിടെ പോയി ഒളിക്കാനാവും? നിങ്ങൾക്ക് ഇനി കേരളത്തിൽ ഒളിക്കാൻ ഇടമില്ല എന്നുള്ളതാണ് പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മുഖ്യമന്ത്രി എന്ന വേദിയിൽ പറയുണ്ടായി, ഇതിന് തുടർച്ച വേണമെങ്കിൽ ഈ സർക്കാരിനെ തുടർച്ചയിലേക്ക് നയിക്കണം എന്നുള്ള കാര്യം പറയുണ്ടായി. അപ്പോൾ അതാണ് തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം കൂടി. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും? അതിനൊപ്പം അജണ്ട ഇല്ലാന്നുള്ള വളരെ വ്യക്തമല്ലേ? പ്രതിരോധം എന്താ? ഈ പറയുന്ന ഇന്നും ഈ സർക്കാരിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാത്ത ടാർഗറ്റ് ഷീറ്റിന്റെ കീഴിൽ കിടക്കുന്ന മനുഷ്യർ, ഇവർക്ക് പ്രതിരോധം ഉണ്ടാക്കും. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. അത് ഞങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അവർക്ക് പ്രതിരോധം ഉണ്ടാക്കും. നോക്കൂ, ഈ 2 ഗവൺമെന്റുകളും ഈ പൊള്ളയായ കാര്യങ്ങൾ പറയാൻ മിടുക്കരാണ്. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു മാറ്റി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ അതേ പൊങ്ങച്ചം പിണറായി വിജയൻ മലയാളത്തിൽ പറയുന്നു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.